വീട് മ്യൂസിയമാക്കിയാൽ എങ്ങനെയുണ്ടാകും? നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറി സ്വദേശി VJ എബിയുടെ വീട് ശരിക്കും ഒരു മ്യൂസിയമാണ്. ചരിത്ര നിമിഷങ്ങൾ, പഴമ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന 1,00,000-ലധികം പുരാവസ്തുക്കളാണ് എബിയുടെ കയ്യിലുള്ളത്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ എബി ഉണ്ടാക്കിയെടുത്ത ഈ വിസ്മയ ലോകം നമുക്ക് കാണിച്ചു തരികയാണ് ദൃശ്യ. മൂന്നാം വയസ്സിൽ പുരാവസ്തുക്കളോട് തോന്നിയ കമ്പം ഇന്ന് ഈ വീടിന്റെ 4 നിലകളിലായി തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട് ചരിത്രം. എനിക്ക് പരിമിതമായ സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഏത് സമയത്താണെങ്കിലും കുറച്ചുകൂടെ നോക്കാൻ പറ്റും. കുടിപ്പള്ളിക്കൂടം വാദ്യാരായിരുന്ന മുത്തച്ഛൻ CJ ഐസക്കിന്റെ പുരാവസ്തുക്കളോടുള്ള താല്പര്യമാണ് എബിയെയും ഈ വഴിയിൽ എത്തിച്ചത്. എന്റെ ചെറുപ്രായം മുതൽ എന്റെ ഓർമ്മയുള്ള കാലം മുതലുള്ള കളക്ഷൻ ഉണ്ട്. ഞാൻ ജനിച്ചതിന്റെ അന്ന് വാങ്ങിയ ഫ്ലാസ്ക് മുതലുള്ള കളക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. 1.1 മില്ലിമീറ്റർ വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിലൊന്നായ രാസരസിക മുതൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ. താഴത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് ബുക്കുകളാണ്, പുസ്തകങ്ങളാണ്. 200 വർഷം വരെ പഴക്കമുള്ള 5000 പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതിനോടൊപ്പം പാഠപുസ്തകങ്ങൾ, 100 വർഷം പഴക്കമുള്ള പാഠപുസ്തകങ്ങൾ. 170 തരം റേഡിയോ, 27 തരം ഗ്രാമഫോൺ, 5000 ഗ്രാമഫോൺ ഡിസ്കുകൾ, 370 വ്യത്യസ്ത ക്യാമറകൾ, 1000 വർഷം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച പത്തായം. അങ്ങനെ നീണ്ടുകിടക്കുന്നു ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകൾ. മറ്റുള്ളവരുടെ കയ്യിൽ ഇല്ലാത്തതെന്ന് പറയാനൊക്കില്ല. എങ്കിലും പ്രധാനമായിട്ടുള്ളത് റോമൻ ഗ്രീക്ക് കോയിൻസ് ഒരു റെയർ കളക്ഷനാണ്. പിന്നെ ചില സ്റ്റോൺസുകൾ റെയർ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജർമ്മനിയിൽ നിന്നുള്ള 2-3 വിളക്കുകൾ അന്നത്തെ ജർമ്മൻ ഗ്ലാസോടെ തന്നെ ഇരിപ്പുണ്ട്. അതും ഒരു റെയർ കളക്ഷൻ തന്നെയാണ്. പുരാവസ്തു ലേലങ്ങളിലും മേളകളിലും കയറിയിറങ്ങി താല്പര്യം കണ്ട് ചിലർ കയ്യിൽ സൂക്ഷിക്കുന്നവ എബിക്ക് നൽകി. എന്തിനേറെ ആക്രിക്കടകളിൽ നിന്നടക്കം പരതിയെടുത്ത അമൂല്യ വസ്തുക്കളുണ്ട് ശേഖരത്തിൽ. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശേഖരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഇന്ത്യക്ക് വെളിയിലിടാൻ പോയിട്ടില്ല. സൗഹൃദങ്ങൾ വഴിയുള്ളതും മറ്റു കാര്യങ്ങളുടെ കൂടെയാണ് കിട്ടിയിട്ടുള്ളത്. അതാണ്ട് ഇപ്പോൾ 1 ലക്ഷം പീസോളം സാധനങ്ങൾ സംഭരിച്ചു വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റൽ ഇതടക്കം, പോസ്റ്റൽ സ്റ്റാമ്പുകൾ, സ്പെഷ്യൽ കവറുകൾ, പിന്നെ ഇന്ത്യയിൽ ഇതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ നോട്ടുകളുടെയും ഓരോ സീരിയലിന്റെ ഓരോന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സാധനങ്ങളും പ്രവർത്തിക്കുന്നതാണെന്നത് മറ്റൊരത്ഭുതം. വാങ്ങിയതിനൊക്കെ വളരെ ചെലവുകളുണ്ട്, അതിന്റെ കടബാധ്യതകളുണ്ട്. ഇനിയുള്ള പ്രിസർവ് ചെയ്യുന്ന കാര്യം വലിയൊരു റിസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ക്ലൈമറ്റ് അനുസരിച്ച് പല പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ബുക്സും പേപ്പർ അത്രയും ഒന്ന് ഡീറ്റലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് കിട്ടിയാൽ നന്നായിരിക്കും. VJ ആന്റിക്സ് ആൻഡ് ലൈബ്രറി എന്ന് പേരിട്ട വീട് മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികളുടെ ആശ്രയം കൂടിയാണ്. ഈ പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന തലമുറയ്ക്കും മനസ്സിലാക്കാൻ വേണ്ടി ശേഖരിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ വീട്ടിൽ ചരിത്രം ഉറങ്ങുകയല്ല, ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ കഥ തേടിയാണ് ഞങ്ങളും ഇവിടെ എത്തിയത്. ക്യാമറ പേഴ്സൺ ഉണ്ണികൃഷ്ണനൊപ്പം ദൃശ്യ പുതിയടത്ത് ബിഗ് TV ജേർണലിസ്റ്റ്, തിരുവനന്തപുരം. Big TV, without fear or favor.